ഹലോ! വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിതാ കുറേ കാലത്തിന് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. കുറച്ച് തിരക്കുകൾ കാരണമായിരുന്നു ഇത്ര കാലം വീഡിയോ ഇടാതിരുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കോഫി ഏക്കേഴ്സ് എന്ന് പറയുന്ന ഒരു റിസോർട്ടിലാണ് കേട്ടോ. ഇത് ആക്ച്വലി ഒരു 2 മാസം മുന്നേ ഉള്ളൊരു വീഡിയോ ആണ്. എഡിറ്റ് ചെയ്ത് ഇടാനുള്ള ഒരു ടൈം കിട്ടാത്തതുകൊണ്ടാണ് ഇത്ര ഡിലേ ആയത്. അപ്പോൾ നമ്മൾ ഈ ഒരു റിസോർട്ടിൽ പോയിട്ടുണ്ടായിരുന്നത് ജൂൺ സമയത്തായിരുന്നു കേട്ടോ. പോയ ഉടനെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ. മൊത്തം കാടിൻ്റെ നടുക്കാണ് ഈ ഒരു റിസോർട്ട് വരുന്നത്. കുട്ടികൾക്കൊക്കെ ഓടിക്കളിക്കാനൊക്കെ നല്ല സ്പേസും ഉണ്ട്. മൊത്തം ഒരു കാടിൻ്റെ അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു റിസപ്ഷനിൽ പോയിട്ട് നമ്മൾ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. പിന്നെ അതാ നമ്മൾ റൂമിലേക്ക് പോവാണ് കേട്ടോ. നല്ല ഒരു അന്തരീക്ഷമാണ്. മൊത്തം കാട് എന്ന് പറഞ്ഞാൽ ഫുൾ കാടാണ്. പിന്നെ അത് മാത്രമല്ല ഇവിടെ നല്ല രീതിയിൽ കുരങ്ങന്മാരും ഉണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ഫുഡ് ഐറ്റംസ് ഒക്കെ ക്യാരി ചെയ്ത് പോകുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അത് റിസപ്ഷനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫുഡ് ഐറ്റംസ് ഒക്കെ ക്യാരി ചെയ്ത് പോകുമ്പോൾ നന്നായിട്ട് നോക്കണം, ഇല്ലെങ്കിൽ തട്ടിപ്പറിച്ച് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതായിരുന്നു നമ്മളൊരു റൂം വരുന്നത് കേട്ടോ. നമ്മൾ 2-3 ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെടുത്ത റൂം ഇതായിരുന്നു കേട്ടോ. റൂമൊക്കെ നല്ല സ്പേഷ്യസ് ആണ്, നല്ല അടിപൊളി റൂമായിരുന്നു കേട്ടോ. പിന്നെ വലിയൊരു മിറർ ഉള്ളതുകൊണ്ട് നമുക്ക് അതാണല്ലോ മെയിൻ. അപ്പോൾ നമുക്ക് ഫോട്ടോസ് എടുക്കാനൊക്കെ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ മൊത്തം ഒന്ന് ചുറ്റിക്കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ പൂളാണ് കേട്ടോ. ഇത് നല്ല വലിയ പൂളാണ്. പിന്നെ സമയം ഒരു ഉച്ച സമയം ആയതുകൊണ്ട് ഈ ടൈമിൽ നമ്മൾ പൂളിൽ ഇറങ്ങണ്ടെന്ന് വിചാരിച്ചു. മൊത്തം ഒന്ന് ചുറ്റി കണ്ടിട്ട് ഈവനിങ്ങിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി പൂളാണ്. അവിടുന്ന് നോക്കി കഴിഞ്ഞാൽ മൊത്തം കാടാണ് കണ്ടോ. നല്ല അടിപൊളിയാണ്. പൂളിലൊക്കെ ഇറങ്ങിയാലും നല്ലൊരു ഫീലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഈവനിങ് ആയപ്പോൾ എല്ലാവരും കൂടി ഒരു റൂമിലൊന്ന് ഒത്തുചേർന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ കുഞ്ഞുവാവേൻ്റെ ബർത്ത്ഡേ ആണ്, ഫസ്റ്റ് ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാര്യമായിട്ട് ഈ ഒരു റിസോർട്ടിലേക്ക് വന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കേക്കും ഡെക്കറേഷനും ഒക്കെ നമ്മൾ റിസോർട്ടിൽ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് നമ്മളെ ബർത്ത്ഡേ ബേബി. അപ്പോൾ അതാ ഈ കുഞ്ഞുവാവേൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാനാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പം നല്ല രീതിയിൽ അവർ സെറ്റിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കേക്കും നല്ലതായിരുന്നു. അങ്ങനെ ഈവനിങ് ആയപ്പോൾ നമ്മൾ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. ഇവിടെയാണ് നമ്മൾ റെസ്റ്റോറൻറ്റ് വരുന്നത്. ഇതിൻ്റെ സിറ്റിംഗ് ഏരിയ ഫുള്ളി ഓപ്പൺ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് നല്ല അടിപൊളിയായിട്ട് ഭക്ഷണം കഴിക്കാൻ നല്ല കാറ്റൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ രാത്രി ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് റൂമിലേക്ക് പോയി. അങ്ങനെ ഇതാ രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് വാക്കിന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ബർത്ത്ഡേ ബേബി ഇതാ മുന്നിൽ റെഡി ആയി നിൽക്കുന്നുണ്ട്. അവൾക്കായിരുന്നു ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ്. അങ്ങനെ എല്ലാവരും വാക്കിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. രാവിലെ ആയപ്പോഴാണ് ഇതാ നമ്മളെ താരങ്ങളൊക്കെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അതുവരെ രാത്രി ഒന്നും നമുക്ക് അങ്ങനെ ശല്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. രാവിലെ ആയപ്പോൾ ഇതാ മൊത്തം ടീം ഇറങ്ങിയിട്ടുണ്ട്. കുട്ടികൾക്ക് നല്ല രസമായിരുന്നു കേട്ടോ അവരെ കാണാനും അതിൻ്റെ കളികൾ കാണാനൊക്കെ. അപ്പോൾ അതാ നിറയെ ഉണ്ട് കേട്ടോ. റിസോർട്ട് മൊത്തം ഇത് തന്നെയാണ്. പക്ഷെ നമുക്ക് വലിയ ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നതിന് ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. നമ്മൾ ഇന്നലെ കഴിച്ച അതേ റെസ്റ്റോറൻറ്റ് തന്നെയാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് കുറച്ചധികം ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ബൊഫെ തന്നെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ കുറച്ച് നേരം ഒന്ന് ചില്ല് ചെയ്യാൻ വേണ്ടി പുറത്തു കൂടെ ഒക്കെ ഒന്ന് നടക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കുട്ടികളെയും കൊണ്ട് പ്ലേ ഏരിയയിലേക്ക് പോയി. ഇന്നലെ മഴ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇതിൽ കളിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. കുട്ടികളൊക്കെ നല്ല ഹാപ്പി ആയിരുന്നു. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള സംഗതികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചെറുതായി മഴ ചാറാൻ തുടങ്ങിയപ്പോൾ നമ്മൾ വേഗം കുട്ടികളെയൊക്കെ വാരി പെറുക്കി റൂമിലേക്ക് പോയി. അങ്ങനെ മഴയൊക്കെ നിന്നതിന് ശേഷം നമ്മൾ പൂളിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് റെഡി ആവാണ് കേട്ടോ. നമ്മൾ ഇത്ര നേരമായിട്ട് പൂളിലേക്ക് ഇറങ്ങിയിട്ടില്ല. കാരണം ഇന്നലെയൊക്കെ മഴയായിരുന്നല്ലോ. അതുകൊണ്ട് പൂളിലൊന്നും ഇറങ്ങാൻ പറ്റിയില്ല. നല്ല ക്ലൈമറ്റ് വന്നപ്പോൾ നമ്മൾ നേരെ പൂളിലേക്ക് വിട്ടു. നമ്മുടെ ഭാഗ്യത്തിന് ആ ഒരു സമയത്ത് വേറെ ആരും പൂളിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ എല്ലാവരും കുറേ നേരം അവിടെ എൻജോയ് ചെയ്തു. കുറേ കാലമായി നീന്തിയിട്ടൊക്കെ കേട്ടോ. അപ്പം ഞാനൊന്ന് പൊടി തട്ടിയെടുത്തു. പണ്ട് എപ്പോഴോ നീന്തൽ പഠിക്കാൻ പോയപ്പോൾ നീന്തിയ ഒരു ഓർമ്മ മാത്രമേ ഉള്ളൂ. പൂളിലെ എൻജോയ്മെൻ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല അടിപൊളി മഴ പെയ്തു കേട്ടോ. നല്ല മഴ എന്ന് പറഞ്ഞാൽ കോരിച്ചൊരിയുന്ന മഴ. ഇവിടെ കുറേ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. പക്ഷേ മഴ കാരണം എല്ലാം നിർത്തി വെച്ചേക്കാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ ഈ ഒരു വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്താണെങ്കിലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.